ഹലോ, എനിക്ക് ട്വിൻസ് ആയപ്പോൾ തൊട്ടിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടയ്ക്കിടയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വെയിറ്റ് ഗെയിൻ ഫുഡിനെ പറ്റിയിട്ട്. അപ്പോൾ എൻ്റെ കുട്ടികളുടെ വെയിറ്റ് ഇപ്പോൾ നോർമൽ കുട്ടികളുടെ അത്രയ്ക്ക് എത്തിയില്ലെങ്കിൽ പോലും ഏകദേശം ആ റേഞ്ചിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ചിട്ടുള്ള കുറച്ച് ഫുഡ് റൊട്ടീൻസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പീനട്ടാണ്. നമ്മളെ കടല ജസ്റ്റ് തോലൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് ആൽമണ്ടാണ്, അതും ഏകദേശം ഒരു 2 കൈപ്പിടി. പിന്നെ നമ്മൾക്ക് വേണ്ടത് കാഷ്യൂ ആണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ദ ഇൻഡസ് വാലിയുടെ ഈ ഒരു ടർബോ കുക്ക് കടായി ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 100% ടോക്സിൻ ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ചൂടായി കിട്ടും. അത് മാത്രമല്ല ഇത് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളെ പോലെ തന്നെയാണ്. ഇപ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണെങ്കിലും ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കിത് അടി പിടിക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു കടായി നമുക്ക് ഏത് ടൈപ്പ് സ്റ്റൗവിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, എന്ത് ടൈപ്പ് ഫുഡ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അഞ്ജലി 24 എന്ന് പറഞ്ഞാൽ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12% ഓഫും കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതേ ഇത് ജസ്റ്റ് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് ചൂടാക്കി കിട്ടും കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് പറ്റി ജസ്റ്റ് ഒന്ന് കൈ വെച്ച് നോക്കി തന്നെ നിങ്ങൾക്ക് ആ ചൂടറിയാൻ വേണ്ടിയിട്ട് പറ്റും. പാത്രത്തിൽ തൊടാനല്ല കേട്ടോ പറഞ്ഞത്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് നെയ്യാണ്. കുട്ടികൾക്ക് നെയ്യിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് ആ ഒരു ഫാറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനിവിടെ എടുക്കുന്നത് നെയ്യാണ്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുക. ഒരുപാടിട്ട് ചൂടാവേണ്ട. നമ്മുടെ കാഷ്യൂ നട്ട്സിൻ്റെ ഒക്കെ ഒരു കളറില്ലേ, ഒന്ന് ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ പാനിൽ തന്നെ കിടന്നിട്ട് നമ്മളെ കടായിൽ കിടന്നിട്ട് ഒന്നൊന്ന് ചൂടായിട്ട് കിട്ടണം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ചൂടോടുകൂടി പൊടിച്ചെടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി. ഇതിൻ്റെ ചൂടാറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇതൊരു ലഡു ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ നട്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ലഡു വിത്തൗട്ട് ഷുഗറാണ്. കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് എന്ന് വേണ്ടി പറയാം. ദിവസം എനിക്ക് 2 കുട്ടികളായതുകൊണ്ട് ഞാൻ 2 പേർക്ക് ഓരോന്ന് വെച്ചിട്ട് നമുക്ക് കൊടുക്കും. ഭയങ്കര നൈസായിട്ട് പൊടിയണം എന്നൊന്നുമില്ല. അതാകുമ്പോൾ അവരുടെ തൊണ്ടയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ അവർക്ക് തോന്നും. കുറച്ചൊരു ക്രഞ്ചിനെസ് ഉണ്ടായിക്കോട്ടെ കേട്ടോ, ചെറുതായിട്ടൊരു ക്രഞ്ചിനെസ് ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അത് ഞാൻ പൊടിച്ചെടുത്തിട്ട് ഇതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിതിന് ഷുഗറിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് നമ്മുടെ ഡേറ്റ്സ് ആണ്. നല്ല ക്വാളിറ്റി ഡേറ്റ്സ് നോക്കിയിട്ട് വാങ്ങുക. ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു. ഇതിൻ്റെ തോലും അതേപോലെ തന്നെ കുരുവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക കേട്ടോ. കുരു എന്തായാലും ഒഴിവാക്കി എടുക്കണം. അപ്പോൾ അതേ മിക്സിയിൽ ചെറിയ ഒരു 3 ടീസ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ചയുടെ മേലെ, എനിക്ക് അത്രയ്ക്കൊന്നും പോവാറില്ല, എനിക്കൊരു 10-15 ലഡുവൊക്കെ ഇതിൽ നിന്ന് കിട്ടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച മാക്സിമം എനിക്ക് കിട്ടാറുണ്ട്. അത് കേട് വരത്തില്ല. കാരണം നമ്മൾ നെയ്യൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്നതല്ല, ഒരു കേടോ ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ നോൺ സ്റ്റിക്കിൽ ഒട്ടാതെ നമുക്ക് മാവ് കിട്ടും. ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു ഡോ പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഇതുപോലെ ആക്കിയെടുത്താൽ മതി. കയ്യിൽ വെളിച്ചെണ്ണയോ വെള്ളം ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ക്ലീനായിട്ട് നന്നായിട്ട് തുടച്ച കൈ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ലഡു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കറക്റ്റ് 15 ലഡുവാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു ബേബിക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെയിലി ഒരെണ്ണം. അപ്പോൾ ഈ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കേണ്ട, ഒരാഴ്ചത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി. കൊടുക്കും. Next. Next. No. No. രണ്ടാമതായിട്ട് നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ടൈപ്പ് ഫ്രൂട്ട്സ് കൊടുക്കണം. ഇപ്പോൾ ഇവർക്ക് ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പൂവൻപഴമാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത്, കാരണം അവർ കഴിക്കുന്നതാണ്. അല്ലെങ്കിൽ റൊബസ്റ്റ, കൂടുതലും ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടാണ് കഴിക്കാറ്. അങ്ങനെയാണെങ്കിലും കൊടുത്താൽ മതി. പിന്നെ അവർക്ക് കായപ്പൊടി കൊടുക്കുന്നതാണ് കേട്ടോ.
നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു ഉപ്മാവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പയറെടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞി കഷ്ണം ക്യാരറ്റ്, ഒരു കുഞ്ഞി നമ്മുടെ ഇഞ്ചി, സവാള, ഒരു പൊടിക്ക് എരിവിന് നമ്മളെ പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ കറിവേപ്പില ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതാകുമ്പോൾ അതിങ്ങനെ കിട്ടിപ്പോയിക്കോളും, അവർ കഴിച്ചു പോയി. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം നമ്മളൊരു കടായി വെക്കുക. ചൂടായതിന് ശേഷം ഓട്സ് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഒന്ന് ചൂടായി എടുത്താൽ മതി. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു സാധനം ഞാൻ മീഷോന്ന് വാങ്ങിയിട്ട്, ഈ ഒരു ക്ലിപ്പ് നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓട്സ് കേടുവരാതെ തന്നെ ഇരിക്കും. അപ്പോൾ അതേ ഞാനത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചൂടാക്കിയില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്മാവ് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെ പോവും. ഇതാകുമ്പോൾ ഒന്ന് പൊട്ടുന്ന പരുവായി കഴിഞ്ഞ് നമുക്ക് മാറ്റിയെടുക്കാം, എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. നെക്സ്റ്റ് നമ്മൾ ഈ കടായി തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും നെയ്യാണ് എടുക്കുന്നത്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിക്കുക. സാധാരണ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ. കുറച്ച് നമ്മുടെ ഉഴുന്നും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്മെല്ല്, മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ലേശം ഉഴുന്നും കൂടെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയൊക്കെ ഞാൻ ഭയങ്കര ഫൈനായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. കാരണം അവർ ഉപ്മാവ് കഴിക്കുമ്പോൾ അതും കൂടെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇഞ്ചിയുടെ പച്ചക്കുത്തൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് കംപ്ലീറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേറെയും വെജിറ്റബിൾസ് ചേർക്കാം. എനിക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കോളിഫ്ലവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. മക്കൾക്ക് കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇത് ക്യാരറ്റും കഴിക്കും, ബീൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഇത് പയറാണ്, അത് കഴിക്കും. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ആവാനുള്ള കുറച്ച് ഉപ്പും കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഉപ്പാവണ്ട, നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. ഒരുപാട് ഉപ്പായി കഴിഞ്ഞാൽ കുട്ടികൾക്കും അത് നല്ലതല്ല, അപ്പോൾ കുറച്ച് മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഈ പാത്രം അധികം അടിയിൽ പിടിക്കത്തില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാലും സിമ്മിലിട്ടാൽ മതി. പെട്ടെന്ന് തന്നെ ചൂടാവുന്നതുകൊണ്ട് സിമ്മിലിട്ടാൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അതേ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാലുള്ള ടിപ്പ് എന്താണെന്നറിയോ? നമ്മളെ ഫുഡ് ആ പച്ചമണം ആണ് മാറിക്കിട്ടും, ഫ്ലേവർ ഒന്നും പോകത്തില്ല ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ചൂടുവെള്ളമാണ് ഒഴിക്കാറുള്ളത്. അപ്പോൾ അതേ നമ്മളെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അടിയിലൊന്നും പിടിക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഓട്സ് ഇട്ടാലും അടിയിൽ പിടിക്കത്തില്ല കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ വേണ്ടി മനസ്സിലാവും. അടുത്തായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സും കൂടെ ചേർത്തിട്ട് ഒന്നൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഒഴിക്കരുത്. ജസ്റ്റ് ഒന്ന് കുതിർന്ന് കിട്ടിയാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ ആയിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പിണ്ടിപ്പരുവാകും, അപ്പോൾ ഇവർ കഴിക്കുന്നില്ല. ഇവർക്കിങ്ങനെ പൊരി പോലെ കിടക്കുവാണെങ്കിലാണ് ഇവർക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ടാണ് ഞാനിവിടെ അടച്ച് വെക്കുന്നത്. സിമ്മിലിട്ടിട്ട്, അതായത് നമ്മൾ തീ വളരെ കുറച്ചിട്ട് ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതായി കിട്ടും കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് തുറക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നെയ്യില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം, പക്ഷെ വെളിച്ചെണ്ണക്കാട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുട്ടികൾ പെട്ടെന്ന് തടിക്കാൻ നെയ്യാണ്. അപ്പോൾ അതേ ഞാൻ അവർക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കഴിക്കില്ല. ഇങ്ങനെ ചെറിയൊരു ചൂടിൽ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്ന് വാങ്ങി കഴിക്കും കേട്ടോ. രണ്ടുപേർക്കും നല്ല ഇഷ്ടമാണ്. വെജിറ്റബിൾസ് ഒന്നും കളയാതെ തന്നെ അവർ കഴിക്കും. നമ്മൾ പച്ചമുളക് ചെറിയൊരു ഫ്ലേവറിന് ഇട്ടത് നോക്കിയിട്ടൊന്ന് കൊടുത്താൽ മതി. നമ്മൾ ഈ ഒരു മീൽസിൻ്റെ ടൈം 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മോർണിംഗിൽ നമ്മൾ ഇഷ്ടമുള്ള നമ്മളെ വീട്ടിലുള്ള ദോശ എന്താ വെച്ചാൽ കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമ്മുടെ ഈ ലഡു ഒരെണ്ണം കൊടുത്താൽ മതി. കുറച്ച് നേരത്തേക്ക് അവർക്ക് വിശക്കത്തൊന്നുമില്ല കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ സാധാ കഴിക്കുന്ന പോലെ ചോറാണ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവനിങ് ടൈമിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇത് കൊടുത്തിട്ട് ലാസ്റ്റ് എന്തെങ്കിലും ഒരു കുറുക്ക് കൊടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സോ ബൈ.